35 രൂപ മാത്രം ചെലവഴിച്ച് 2000 രൂപയോളം ലാഭിക്കുന്ന ഒരു ബൈക്ക് പോളിഷിങ്ങിന്റെ ഒരു അടിപൊളി വീഡിയോ ആണ് ഗൈസ് ഇന്നത്തെ. നേരെ ഷോപ്പ് പോയി ബൈക്ക് പോളിഷിന്റെ ഈ ഒരു ഐറ്റം ഒന്നാണ് മേടിക്കട്ടോ. വണ്ടിമേ നല്ല പൊടിയും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ. നേരെ പോയി നല്ലോണം നട വാഷ് ചെയ്യുക. വേരെയും കുത്തും പാടൊന്നും ഉണ്ടാക്കാതെ ഇതുപോലെ നല്ലോണം വാഷ് ചെയ്യട്ടോ. നമ്മളെ വണ്ടിൻ്റെ ബോഡി എപ്പോഴും നല്ലോണം തെളിഞ്ഞ് നല്ല ഗ്ലേസിങ്ങിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല ഷാമ്പു തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയെ കേകി തുടച്ചു നല്ല കുട്ടപ്പനാക്കിന് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റോളം നല്ല വെയിലത്തൊക്കെ ഇട്ടിച്ചാണ്ട് ഇതിമത്തെ എല്ലാ വെള്ളവും ഇതിമന്ന് ഡ്രൈ ആയി പോണ കോലത്തിൽ നല്ലോണം ഒന്ന് വെയിലത്തോടെ വെച്ചേക്ക് കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ ഏകദേശം ഇട്ടാൽ മതി, എന്നാലേ നമ്മുടെ വണ്ടി ഉണങ്ങും കേട്ടോ. അപ്പം നമ്മൾ വണ്ടി ഉണങ്ങിയൊക്കെ റെഡി ആയിന് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ പോളിഷ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ മോട്ടോമാക്സിൻ്റെ പോളിഷ് ചെയ്യുന്ന ജെല്ല്. അപ്പം നമുക്കൊന്ന് എല്ലാം ഒന്ന് തുറന്ന് നോക്കിയാലോ. അപ്പോൾ സാധനം നല്ല സ്മെല്ലും കാര്യങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്നും എടുക്കുക. ഐഷ് ഒന്നായിട്ട് പോയല്ലടാ. ഇങ്ങനെ കുറച്ച് കൈമേലെടുത്തിട്ട് ഈ ബോഡിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. നല്ലോണം കഴിയുന്നതും എന്ത് തുണി കഷ്ണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ല നമ്മൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ബോഡീൻ്റെ എല്ലാ സൈഡിലും എല്ലാ മുക്കിലും മൂലയിലും എല്ലായിടത്തും നമ്മളിങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇതിന് എല്ലായിടത്തും എത്തുള്ളൂ. എന്നാലേ നമ്മുടെ ബോഡിയുടെ എല്ലാ വശത്തും നല്ല ഗ്ലേസിങ് കിട്ടുള്ളൂ കേട്ടോ. നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഉരച്ച് നല്ലോണം റബ്ബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തുമായിട്ട്. പിന്നെ ചില കോണുകളും കൂർപ്പുകളൊക്കെ എല്ലാ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൈ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ കുത്തിയാൽ നല്ല വേദന ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 2-3 വട്ടം ഇവിടെ കുത്തിനെ ഏകദേശം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക യൂസ് ചെയ്യുമ്പോൾ. അപ്പം നമ്മുടെ വണ്ടീൻ്റെ എല്ലാ ഭാഗത്തും ഈ മോട്ടോമാക്സിൻ്റെ ഈ പോളിഷ് കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്തു കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും നല്ലോണം പുഷ് ചെയ്യണം കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് നമ്മൾ വെയിലത്ത് വെക്കണം കേട്ടോ ബൈക്ക്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങി നല്ലോണം പറ്റി പിടിച്ചൊന്ന് ഡ്രൈ ആവണം. ഈ പോളിഷിൻ്റെ ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വെള്ളം അതുപോലെ തന്നെ മഴ ഇതൊക്കെ ആവണം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടീൻ്റെ ഗ്ലേസിങ് നല്ലോണം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഏകദേശം 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കേട്ടോ. നല്ലോണം ഉണങ്ങി ഡ്രൈ ആയിക്കെ പിടിച്ചാണ് കേട്ടോ. കോട്ടന് നല്ലൊരു തുണി കഷ്ണം എടുക്കട്ടോ. എന്നിട്ട് ഇവിടെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഉരച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഉരച്ചാലാണ് നല്ല ഈ പോളിഷ് ഗ്ലേസിങ് നല്ലോണം വരുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മാത്രം ഉരയ്ക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. ഇതുപോലെ ഞാൻ ഉരക്കുന്നത് പോലെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഉരക്കണം. എന്നാൽ നമുക്ക് തന്നെ കാണാൻ കഴിയുടെ ബോഡിക്ക് നല്ല തിളക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നത്. ഇത് ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി നോക്കി. ഇതാണ്ടോ ഗ്ലേസിങ് ഇങ്ങനെ കൂടി വരണേ. ഇങ്ങനെ തുടക്കണതിനനുസരിച്ച് അതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തുടക്കണേൻ്റെ ഇടയിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ തുണി കണ്ട താഴെ വീണാൽ പിന്നെ അതിന്മേൽ മണ്ണ് കാര്യങ്ങളൊക്കെ ആവും. അന്നേരം നേരെ എടുത്ത് ഇതിമേൽ നേരെ പോയി വെറുതെങ്കിൽ നമ്മൾ ഈ ബൈക്കിൻ്റെ ബോഡിയിലേക്ക് ആകെ സ്ക്രാച്ച് കിട്ടും. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ.
ഗൈസ് നോക്ക് എന്താല്ലേ ഒരു രക്ഷയില്ല. അങ്ങനെ അതിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഇതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തീരെ വണ്ടി നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പം എന്തായാലും നമ്മളെ ബൈക്ക് രക്ഷയില്ല, നല്ല അടിപൊളിയാണ്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ ബൈക്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് എന്തെങ്കിലും തള്ളി മറിക്കുന്നല്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങളിതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ബൈക്കിന് കിട്ടിയ റിസൾട്ട് കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ഇടാൻ, അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.